ഒരു തൃപ്പൂണിത്തുറക്കാരെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ദിവസമാണിന്ന്. ഇന്നാണ് അത്തം. അത്തം 10-ന് ഓണം എന്നാണല്ലോ. അപ്പോൾ രാജനഗരിയായ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് അത്താഘോഷത്തോടു കൂടി ഓണം ആരംഭിക്കുന്നത്. ഇവിടെ ഉള്ളവർക്ക് അത്തച്ചമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരാഘോഷമാണ്. ഇത്തവണ അത്തം വന്നത് സൺഡേ ആയിരുന്നു. ഇപ്പോൾ സൺഡേ അല്ലെങ്കിൽ കൂടി ഇവിടെ ഈ ഒരു തിരക്കുണ്ടാവും. എനിക്ക് കമ്പാരിറ്റീവ്ലി ഈ വർഷം തിരക്ക് കുറവാണെന്നാണ് തോന്നിയത്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഇടദിവസമായിട്ട് കൂടി നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി പുറത്തേക്ക് പോകുമ്പോഴാണ് നമുക്കിതൊന്നും കൂടാൻ പറ്റാത്തതിൻ്റെ വിഷമം ശരിക്കും മനസ്സിലാവുക. ഇപ്പോൾ പുറത്തുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ അത്തച്ചമയമൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും. സൈഡിൽ വലിയ തിരക്ക് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ അപ്പുറത്തെ സൈഡിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു എന്നാണ് കേട്ടത്. സ്പീഡിലൊന്നും കളിക്കാതെയാണ് പോയിക്കൊണ്ടിരുന്നത്. ജസ്റ്റ് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പക്ഷെ നല്ല വെയിലായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നമുക്ക് തന്നെ അവിടെ നിന്ന് അത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പരിപാടിക്ക് പങ്കെടുക്കുന്ന ഈ ടാബ്ലോയിലൊക്കെ നിൽക്കുന്നവരുടെയും ഈ കളിക്കുന്ന പിള്ളേരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. നേരത്തെ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ ഈ തിരുവാതിര മീൻസ് ഓരോ സ്കൂളിൻ്റെ ഇതിൽ തിരുവാതിര, ഒപ്പന അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും. ഇപ്പം അതിനകത്ത് ഉണ്ടെങ്കിൽ കൂടി അവരാരും കളിക്കുന്നുണ്ടായില്ല. കാരണം അത്രയും നല്ല വെയിലായിരുന്നു. അത്തം വെളുത്ത ഓണം കറക്കും, അത്തം കറുത്ത ഓണം വെളുക്കും എന്നാണ്. അപ്പോൾ ഇത്തവണ അത്തം വെളുത്തിട്ടാണ് ഉണ്ടായത്. അപ്പം മിക്കവാറും ഓണം കറക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു ഇത് നേരിട്ട് കാണാൻ വേണ്ടി. നല്ല കളേഴ്സും ആയിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്. എല്ലാ കലാരൂപങ്ങളും അതുപോലെ നാസിക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കളിക്കുന്നുണ്ടായില്ല, വെറുതെ നടന്ന് പോകുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവരിങ്ങനെയാണ് പറഞ്ഞത്. അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് കളിക്കാത്തത്. അപ്പോൾ അവർ പറഞ്ഞത് ഇത് ഓരോ ജംഗ്ഷനിലാണ് ഓരോ സംഭവങ്ങൾ കളിക്കാമെന്നാണ്. പിന്നെ ഇവരിത് ആദ്യമേ പറയണ്ടേ, നമ്മളിത് ഏത് ജംഗ്ഷനാണെന്ന് എങ്ങനെ ആദ്യമേ അറിയും? ഇത് വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഇത്തവണ കമ്പാരിറ്റീവ്ലി കുറേ ഇതുള്ള പോലെ തോന്നി. ഞാൻ അറിഞ്ഞത് 800 സംതിങ് എന്തോ ഉണ്ടായിരുന്നു മൊത്തം എല്ലാം കൂടി എന്നാണ് കേട്ടത്. കുറേ ഉണ്ടായിരുന്നു, തീരെ ഉണ്ടായില്ല. കാരണം ഒന്നാമത്തെ കാര്യം കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. ഓരോ സാധനം പോയിട്ട് പിന്നെ അടുത്ത സാധനം വരാൻ നല്ല രീതിയിൽ ലാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണോ നമുക്ക് ഇത്ര സമയം ഫീൽ ചെയ്തതെന്നും അറിയില്ല. പക്ഷെ എന്നാലും കുറേ ഉള്ള പോലെ നമുക്ക് തോന്നി. കുറേ ഉണ്ടായിരുന്നു ശരിക്കും ഈ നടക്കുന്ന സാധനമൊക്കെ. ഇവർക്കൊക്കെ ഭയങ്കര പാട്. ടാബ്ലോസ് വന്നു തുടങ്ങി. ടാബ്ലോസ് ആണെങ്കിലും കുറേ ടാബ്ലോസ് ഉണ്ടായിരുന്നു. കുറേയൊക്കെ പുരാണം ബേസ്ഡ് ആയിട്ടുള്ള തീമായിരുന്നു. പിന്നെ നാച്ചുറൽ ഡിസാസ്റ്റർ ബേസ് ചെയ്തിട്ടുള്ളത് ഉണ്ടായിരുന്നു. ഡ്രഗ്സിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഈ കഴിഞ്ഞിടയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ആക്സിഡൻറ്റിൻ്റെ ആസ്പദമാക്കിയിട്ട് ഒരു ടാബ്ലോ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അവിടെ നിന്നും ടാബ്ലോ ഉണ്ടായിരുന്നു. പാഞ്ചാലി വസ്ത്രാക്ഷേപമായിരുന്നു ഞങ്ങളുടെ അവിടെ നിന്ന് ഉണ്ടായിരുന്ന ടാബ്ലോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞത് ഞങ്ങളുടെ ഇവിടുത്തെ ടാബ്ലോയ്ക്കാണ് ഫസ്റ്റ് പ്രൈസ് എന്നാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ടാബ്ലോ ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. നിങ്ങൾക്ക് ടാബ്ലോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടാബ്ലോ ഏതാണെന്നുള്ളതും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇവർ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഈ ഒരു ടാബ്ലോ സെറ്റ് ചെയ്തെടുത്തതൊക്കെ. അത്യാവശ്യം എനിക്ക് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞങ്ങളുടെ അവിടുത്തെ ടാബ്ലോ കൊണ്ടല്ല, എനിക്ക് കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞങ്ങളുടെ അവിടുത്തെ തന്നെയായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ടാബ്ലോ ഇതായിരുന്നു. ഇങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം ഒരു ടാബ്ലോയിലുള്ള പൊക്കത്ത് കിടക്കുന്ന ചേട്ടൻ ഇങ്ങനെ വയ്യാണ്ടായി പുള്ളിക്ക് ശരിക്കും. അപ്പോൾ പുള്ളി കുറേ വെള്ളം ഒഴിച്ചിട്ടും കുടിച്ചിട്ടും ഒന്നും പുള്ളിക്ക് ആ ഒരു ക്ഷീണം ഇതാവാനുള്ള. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഇവരൊക്കെ ഈ ചൂടത്ത് ഈ ടാബ്ലോ ഞങ്ങൾ നിൽക്കണ അവിടെ എത്തുമ്പോൾ പകുതി പോലും ആയിട്ടില്ല, ഇനിയും കുറേ ദൂരം പോകാനുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ എന്തായാലും ഇവർ സമ്മതിച്ചേ പറ്റുള്ളൂ. ഈ ഒരു വെയിലത്ത് ഇങ്ങനെ ആക്ട് ചെയ്യുന്നതും എല്ലാം ഭയങ്കര കഷ്ടപ്പെട്ട പണിയാണ്. ഈ ഒരു ടാബ്ലോനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്ക് രണ്ടാമത് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ടാബ്ലോ ആണ്. ഈ ചേട്ടന് നല്ലോണം വയ്യാണ്ടുമായി. മൊത്തത്തിൽ അത്തച്ചമയം അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ലതായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇത്തവണ? എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമായിരുന്നോ നല്ലത്?
പിന്നെ എന്തൊക്കെയാണ് പോരായ്മകൾ ഉണ്ടായെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഫ്രൂട്ടി തന്ന് സ്ലീപ്പാച്ച് നമ്മൾ ഇത്ര നേരം നിന്ന് തളർന്ന് വെയിൽ കൊണ്ടേന് നമുക്ക് ഫ്രൂട്ടി തന്നിരിക്കുന്നു. താങ്ക് യു സോ മച്ച്.